ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഏറ്റവും മേലെയായിട്ട് ബ്ലാക്ക് കളറ്, പിന്നെ റെഡ്, ഓറഞ്ച്, നടുക്കിൽ യെല്ലോ, വീണ്ടും ഓറഞ്ച്, റെഡ്, ബ്ലാക്ക്. ആദ്യം തന്നെ നമ്മൾ യെല്ലോ കളറാണ് പെയിൻറ്റ് ചെയ്തെടുക്കണത്. നടുക്കിലായിട്ട് യെല്ലോ കളറ് നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെയും താഴെയും നമ്മൾ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ യെല്ലോയും ഓറഞ്ചും തമ്മിൽ നന്നായിട്ടൊന്ന് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കളേഴ്സ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി മേലെയും താഴെയുള്ളത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ അത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ താഴെ ഇങ്ങനെ റെഡ് കളറ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മേലെയുള്ള റെഡ് കളറും പെയിൻറ്റ് ചെയ്തെടുക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ഓറഞ്ചുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഭംഗിയായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് കാണാനായിട്ട് രസം ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആ ഒരു ഓറഞ്ചും റെഡും കൂടിയിട്ട് ചേർന്ന് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. താഴെ നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി ഏറ്റവും മേലെയും ഏറ്റവും താഴെയും ബ്ലാക്ക് കളറാണുള്ളത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതും മുമ്പ് ചെയ്ത പോലെ തന്നെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആ റെഡ് കളറുമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളേഴ്സൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഒരു സൂര്യനെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം യെല്ലോ കളറ് മിക്സ് ആക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ സൂര്യനെ വരച്ചെടുക്കാനായിട്ട് പോവാണ്. ഇതേപോലെ നന്നായിട്ട് വരച്ചെടുക്കാം. ഇനി നമ്മളിതിൻ്റെ രണ്ട് സൈഡിലും റെഡ് കളർ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സൂര്യനെ വരച്ചിട്ടില്ലേ, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഓറഞ്ച് കളറ്, അതിൻ്റെയും പുറത്ത് റെഡ് കളറ്. ഈ റെഡ് കളർ പെയിൻറ്റ് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക ചുറ്റുമുള്ള ഭാഗത്ത്. എന്നിട്ട് ആ ഓറഞ്ച് കളറുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ സൂര്യൻ്റെ തൊട്ടടുത്തുള്ളത് ഓറഞ്ച് കളറും അതുമേന്ന് റെഡ് കളറിലേക്ക് പോണ രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടിത് ഈ ഓറഞ്ചും റെഡും കൂടി നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു മരത്തിൻ്റെ കൊമ്പും ചില്ലുകൾ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെടികളോ പുല്ലുകളോ അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് വയറാണ് വരച്ചെടുക്കുന്നത്. 2 ഇഴയിലുള്ളത് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്രകാരം മരത്തിൻ്റെ കൊമ്പും ചില്ലുകൾ വരച്ചു കൊടുത്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്കതിൽ 2 കിളികളെ വരച്ചെടുക്കാം. കിളികളോ തുമ്പികളോ അതും നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൽ 2 കിളികളെയാണ് വരച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വൈറ്റ് കളർ പെയിൻറ്റിൽ യെല്ലോ കളറും കൂടി കുറച്ച് മിക്സ് ആക്കിയിട്ട് ഈ വയർ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അരികു വശത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ചെയ്യണില്ല, ഈ ഒരു സൈഡിൽ മാത്രം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരികു വശത്ത് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കിളികളെ വരച്ചെടുക്കാം. കിളികളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രേസ് എടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയണവരാണെന്നുണ്ടെങ്കിൽ തനിയെ വരച്ചെടുത്താൽ മതി. നോക്കി വരയ്ക്കുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഔട്ട്ലൈൻ ആദ്യം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ 2 കിളികളെയാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫാൻ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ കിളികളുടെ തൂവലിൻ്റെ ഒക്കെ ചെറിയ നാര് പോലെയുള്ള സംഭവം ഉണ്ടാവില്ലേ, അത് ഒന്ന് ചെറുതായിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ തീർന്നിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്